കേശു കേശു ശിവ എന്താ? ഞാൻ ശിവാനിയെ കാണാൻ വേണ്ടി വന്നതാ. ശിവാനി ഇവിടെ ഇല്ല. ശിവാനി ഉണ്ടെന്ന് എനിക്ക് അറിയാം. ശിവാനി ഉണ്ട്, പക്ഷെ കാണാൻ പറ്റൂല. കേശു, എനിക്കറിയാം, ഞാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇല്ലടാ, അത് നിന്റെ വേറൊരു തെറ്റിദ്ധാരണയാണ്. എന്റെ പൊന്നുമോൻ, നമുക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല. നീ നമുക്കൊരു ശല്യമാണ്, ശല്യം. അതും എനിക്കറിയാം. ആ ഷിബുറോക്സ്, നീ വന്നാ? ആ വന്നു. ഇതെന്റെ അവസാനത്തെ വരവാ, ഇനി വരവുണ്ടാവില്ല. അതെന്താടാ, നീ നാട് വിട്ടു പോവാ? അതെ, നാട് വിട്ടു പോവാ. എനിക്ക് ശിവാനിയെ ഒന്ന് കാണണം. കാണാൻ പറ്റൂലെന്ന് പറഞ്ഞാ പൊന്നു പോലെ നടക്കൂല അല്ലേ? ഇവൻ പറഞ്ഞ ഒട്ടും നടക്കില്ല. എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടായിരുന്നു, അതുകൊണ്ടാ. ഹായ്. ഹായ് ഷിബുറോക്സ്. ഹായ്. ഇതാ മിഠായി. താങ്ക് യു. ഓക്കെ. ഇനി ചിലപ്പോൾ മിഠായി തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക്. ഇന്ന് എന്ത് പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്? കിഡ്നാപ്പിംഗ് ആണോ അത് അടിച്ചു മാറ്റുന്ന പരിപാടിയാണോ? അല്ല, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കണ്ടില്ലേ, ഇനി പോക്കോ. അതെ, പോണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എങ്ങോട്ടാ പോന്നേ? എല്ലാ ജയിലിലോട്ട് വരി. അതിലെനിക്ക് കേസൊന്നുമില്ല, അതുകൊണ്ട് ജയിലിലോട്ട് പോകേണ്ട കാര്യമില്ല. അളിയാ, അവൻ എന്തോ സീരിയസ് ആയിട്ട് പറയാൻ വന്നാണെന്ന് തോന്നുന്നു. അവൻ പറയട്ടാ. പറയട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല, നീ പറയടാ. എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ കളിയാക്കത്തുള്ളൂ. നമ്മളാരും കളിയാക്കിയില്ലല്ലോ. ചുമ്മാ സെന്റ് ഇറക്കാണ്ട് കാര്യം പറഞ്ഞ റോക്സേ. ശിവാനി, ഞാൻ ഇവിടെ വിട്ട് പോവാ. എങ്ങോട്ട്? അല്ല, അപ്പൊ മൊബൈൽ ഷോപ്പ് എന്നോടല്ലേ പറയണേ? അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ മൊബൈൽ ഷോപ്പ്? മൊബൈൽ ഷോപ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചു. പിന്നെ മാസം അമ്മയ്ക്കുള്ള ചെലവ് എൻ്റെ കൂട്ടുകാരൻ കൊടുത്തോളൂ. ഞാൻ പോയാലും അവർക്കൊക്കെ ജീവിക്കണ്ടേ. റോക്സ് സീരിയസ് ആയിട്ടാണോ? അതെ, സീരിയസ് ആയിട്ടാ. അല്ല, പോയിട്ട് എന്ത് ചെയ്യും? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നീ തീരുമാനിക്കണം. തങ്കക്കൂടം പോവാണോടാ? നീ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടാ? നീ പറ. നീ എങ്ങോട്ടാ പോണേ? പറയടാ. നീ പോവാണോ? ഞാൻ പോവാണ്. ഇണങ്ങി പോടാ. പോടാടാ. ഇവിടെ കോർണത്തെ എങ്ങോട്ടാന്ന് വെച്ചാ നീ പോയതൊക്കെ നീ എന്താടാ ഇവിടെ വന്ന് പറയണേ? നമുക്കൊന്ന് തൊഴിലും കിട്ടുന്ന എങ്ങോട്ടാന്ന് വെച്ചപ്പോ പോകോ? ശരിടാ, പൊക്കോ. ശരി. ഷിബു, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ ഇതൊക്കെ? അതെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എൻ്റെ കണ്ണുകളിൽ ജീവനുള്ള കാലം വരെ ഈ പാറമട വീട്ടിലോ ശിവാനിയുടെ പുറകിലോ ഇനി ഞാൻ വരില്ല. പിന്നെ ഞാൻ പോയാലും നിങ്ങളാരും ഓർക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പൊ ശരി, പോട്ടെ. അല്ല, എങ്ങോട്ടാ പോകുന്നേന്ന് പറഞ്ഞില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഈ നാട് വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോകണം. പൊക്കോട്ടെ. ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. ശരി. ഒന്നുമില്ല. മിഠായി കഴിക്കാൻ. അങ്ങനെ ഒരു ശല്യം തീർന്നിട്ട് അല്ലേ? അളിയോ, വേറൊരു പരിപാടി ഉണ്ട് കേട്ടാ. എന്താടാ? കണ്ട് ഇത് വേണോടാ? എടാ, ഇതെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാ നീ വേണം ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. ഉത്തരവാദിത്വം രണ്ടുപേരും കൂടെ ഏറ്റെടുക്കും. അതെന്തിനു? അത് ഞാൻ മാത്രമായിട്ട് എടുക്കണ കാര്യം. ഐഡിയ നിന്റെ അല്ലേ? ഐഡിയ എന്റെ ആയിരിക്കും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരൊക്കെയാ? രണ്ടുപേരും കൂടാണേ. അതിന് രണ്ടുപേരും ഏറ്റെടുക്കണം ഉത്തരവാദിത്വം. എന്നാലും ഒരു അളിയൻ തന്നെയല്ലേ പറഞ്ഞത് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോ ചേച്ചി പറ്റിക്കണോന്ന്? അതേ. അളിയൊരു കാര്യം ചെയ്യും. അളി ഇനി പരിപാടി കണ്ടിന്യൂ ചെയ്തോ. ഞാൻ നേഴ്സിൽ അപ്പുറത്ത് പോയിരിക്കാം. ചേച്ചി വരുമ്പോ ഞാൻ വരാം. ഓക്കെ. അളി ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. വരുമ്പോഴേക്ക് ഞാനത് പിടിച്ചോളാം. ഓക്കെ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാ?
ചിരിക്കാം. എങ്ങോട്ടാ? എങ്ങോട്ടാ പോകുന്നേ? ഞാനതൊന്ന് പാക്ക് ചെയ്യട്ടെ എനിക്ക്. പാക്ക് ചെയ്തോ? പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാ പോകുന്നേന്നൊന്ന് പറഞ്ഞൂടെ? ഓ, കുഴിപ്പള്ളത്തേക്കായിരിക്കും അല്ലേ? അളിയാ എവിടെ പോണ അളിയാ? ബാഗ് പാക്ക് ചെയ്ത് എവിടെ പോണേച്ചത്? ആ, എനിക്കറിയാൻ പാടില്ല, നീ എന്നെ ചോദിക്കും. അളിയാ ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കി പോവാണോ? ആടാ, ചേച്ചിയുടെ ഫുൾ ടൈം വഴക്കാണല്ലോ. ഞാൻ എന്തോന്ന് വഴക്കുണ്ടാക്കുന്ന മിഷീനാ? അല്ല ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം? അല്ല അങ്ങനെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആ, സംഭവിച്ചു. എങ്ങനെ സംഭവിക്കില്ലെന്ന്? അല്ല അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഹായ് പെട്ടി, അളെ എവിടെ പോവാ? അളിയൻ ചേച്ചിയായിട്ട് വഴക്കിട്ടാ. ആ, വഴക്കിട്ട്. നീ എങ്ങോട്ടാന്ന് വെച്ചപ്പോ പോയിട്ട് അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാ മതി. ലച്ചൂസേ, കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റ് റീജോയിൻ ചെയ്യാനാ പറയുന്നത്. ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ നാളെ റിട്ടേൺ ദുബായിക്ക് പോകും. ചേച്ചി, എന്റെ അളിയന് വിഷമാവും കേട്ടോ, കരയാണ്ടിരുന്നേ. ലച്ചൂസേ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ ശരിയാവും? അങ്ങനെ പെട്ടെന്ന് ചെല്ലാനൊക്കെ പറഞ്ഞാ ഞാൻ സമ്മതിക്കൂല. ചേച്ചി അളിയൻ ഇപ്പൊ പോയില്ലെങ്കിൽ ചിലപ്പോ അളിയന്റെ ജോലി വരെ പോവും അല്ലേ അളിയാ? ആ, ജോലി പോയിക്കോട്ടെ. സിധു, നമുക്ക് ഇവിടെ ജീവിക്കാം. ഇവിടെ എങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കും. അതിനെനിക്ക് കൃഷി അറിയത്തില്ലല്ലോ. അയ്യോ, ലച്ചു എന്തിനാ കരയുന്നേ? അളിയൻ പോണെന്ന്. എവിടെ പോന്നു? തിരിച്ച് ഗൾഫിൽ പോണം. അയ്യോ അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെന്നില്ലെങ്കിൽ അളിയന്റെ ജോലി പോവും. നാളെ തന്നെ പോണെന്നൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ, ജോലി പോകി മക്കള് പോണം, ജോലികളല്ലേ. സിധു, அப்படின்னா நீ இன்னைக்கே கிளம்பி போய்க்கோ. നാളെയാണ് ഫ്ലൈറ്റ്, ഇന്ന് പോകാൻ പറ്റൂല കനയാൻറ്റി. ഇന്ന് ഷിബു റോക്സ് പോയി, ഇന്ന് അളിയനും പോകും. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നീ അവരെ വിളിച്ചിട്ട് മെഡിക്കൽ ലീവ് പറ. ഒരാഴ്ച കൂടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ. ലച്ചു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. അയ്യോ, കഷ്ടം, പാവം, വിഷമിച്ചാ പോയത്. അളിയൻ പോയി കഴിയുമ്പോ മാറിക്കോളൂ. അളിയൻ പോയി 2 ദിവസം കഴിയുമ്പോ വിഷമം മാറുമെന്ന്. ഒരു കാര്യം ചെയ്ത് നിങ്ങള് ചെന്ന് ലച്ചേച്ച സമാധാനിപ്പിക്കുക. ശിവ ചെല്ല്, അമ്മൂമ്മ ചെല്ലമ്മ, അനയാൻറ്റി മാറും, ചെല്ല്. ചേച്ചി, சித்து, நாளைக்கு நீ போகும்போது உனக்கு எலுமிச்சை சாதம், தயிர் சாதம், பொங்கல், அச்சாறு என்ன வேணுமோ சொல்லு, எல்லாமே நான் செஞ்சு கொடுக்குறேன். വാഴക്ക ചിപ്സും ചക്ക ചിപ്സും 1 കിലോ വെച്ച്. அது கூட செய்யலாமே. டேய், நீ ஒன்று செய்யடா. அந்த கடையில போய் காயை வாங்கிட்டு வா, சக்கையும் வாங்கிட்டு வா. அதெல்லாம் நான் இன்னைக்கே பொரிச்சு விடுறேன். അമ്മൂമ്മ അടുത്തുനിന്ന് കാശ് മേടിച്ച് തന്നാൽ മതി. காசு வாங்கி கொடுக்குறேன். സക്സസ് ആയി. പക്ഷേ എടാ, അവള് വിഷമിച്ചു പോയപ്പോ എനിക്ക് എന്തോ പോലെ. നമുക്ക് സത്യം തുറന്നു പറയാം. പാവോടാ. കുറച്ച് കഴിഞ്ഞിട്ട് പറയാളിയാ. അളിയല്ലേ പറഞ്ഞത് അളിയൻ ലച്ചേച്ചിയെ പറ്റിക്കണമെന്ന്. പിന്നെ എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന്? പറ്റിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. വാടാ, സത്യം തുറന്നു പറയാം.
അളിയ ജോഷോ ഇതെന്താ സംഭവിച്ചേ? അളിയാ അവൻ പോയളിയാ, നമ്മളൊക്കെ ഇട്ട് വേറെ ലോകത്തോട്ട് പോയളിയാ. എടാ എന്തുവാ സംഭവിച്ചേ? നാട് വിടുവാന്ന് പറഞ്ഞ് ഷോപ്പിൽ നിന്ന് പോയതാ. ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കേശു അവന് കാണാം. നല്ലൊരു മനുഷ്യനായിരുന്നു. പറയുമ്പോ പറയണ്ടേ? അളിയാടാ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എനിക്ക് ജോഷുവാടാ വീട്ടിലൊക്കെ അറിയിച്ചായിരുന്നോ? ഇല്ല, ഇനി വേണം. പിന്നെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു വീട്ടിൽ കൊണ്ടുവരുന്ന മുമ്പ് ഈ മുറ്റത്തൊന്ന് കിടത്തണമെന്ന്. ഏത് മുറ്റത്ത്? ഈ മുറ്റത്ത്. ഇവിടെ ഇവിടെ നടക്കൂല, എടുത്തോണ്ട് പോടാ. അളിയാ എന്ത് മനുഷ്യനാളിയാ നീ? അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലടാ അത്. അതെ അളിയ. സിദ്ധുലിയ അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലളിയാ ഒരു 10 മിനിറ്റ് മുറ്റത്ത് കിടത്തിക്കൂടെ? ആ ഒന്നും പറ്റൂല, പോടാ. ജോഷോ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ. അളിയാ എന്നാലും ചോദിക്കുക. ആദരാഞ്ജലി നീതി ഇതായി പോസ്റ്ററില് ഞാൻ തന്നെ അളിയാ. എഴുതാ അറിഞ്ഞൂടാ. വേട്ടാവടിയാ ആദരാഞ്ജലി എന്നാണ് എഴുതി വെക്കണേ. അളിയാ അവൻ പോയ ഒരു വെപ്രാളത്തില് പറ്റിപ്പോയതാ. എനിക്ക് ഇത്രയൊക്കെ അല്ല അളിയ അറിയാവൂ. ഉണ്ടായിടാ. അളിയ അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? എന്തോന്നു? ടാർപ്പയും പ്ലാസ്റ്റിക് കസേരയും ഞാൻ വിളിച്ച് പറയട്ടെ? പോളിയാ വേണ്ട. എന്താടാ ഇത്? ഷിബു. ആ ശിവളിയാ നീ ശ്വാസം വിട്ടോ, ഇവിടെ ആരുമില്ല. ആ അളിയൻ പോകുമ്പോ ചേച്ചി ഭയങ്കര കരച്ചിലും വിഷമവും ഒക്കെ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ നമ്മള് വേണം അതൊക്കെ അറിഞ്ഞ് ചേച്ചി ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കാനായിട്ട് കേട്ടാ. അതൊക്കെ ഞാൻ ആശ്വസിപ്പിക്കാം. ഇപ്പൊ ശിവ ചേച്ചിയാണ് ആശ്വസിക്കേണ്ടത്. ഞാനാ? എന്തിന്? ഷിബു റോക്സ് നാട് വിട്ടല്ലോ. അതിന് ചേച്ചിക്ക് സങ്കടം ഇല്ലേ? എനിക്കെന്ത് സങ്കടം? അവരെങ്ങോട്ടേലും പോട്ട് അങ്ങോട്ട്. ചേച്ചി ഷിബു റോക്സ് എങ്ങോട്ടാ പോകുന്നതെന്നെല്ലാം പറഞ്ഞു. പിന്നെ രാവിലെ വന്നപ്പോഴത്തേക്ക് എന്നെ മാറ്റി നിർത്തി എങ്ങോട്ടാ പോകുന്ന എടുത്ത് ടിക്കറ്റും കാണിച്ചെന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോയത്. ആണോ? ഒരു വീക്ക് ഞാൻ വെച്ചേരും. എന്നോട് എന്തെങ്കിലും പറയുന്ന കണ്ടായിരുന്നാ നീ? ഇല്ല. ആ പിന്നെ നിർത്തറ ചോദിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടായിക്കൊണ്ട് വന്നു.
അവരെങ്ങനെ വെച്ചാ പോക്കോട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ അതിലെന്താ എത്ര വിഷമം അല്ലേ? ആ വേണ്ട വേണ്ട, കഴിച്ചു കഴിച്ചു. ചേച്ചി ഇത് എല്ലാരും കൂടി ഇരിക്കണ ഇപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റും തോന്നല്ലോ കേട്ടാ. ചേച്ചി പറ. നീ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറ. ഒരു കാര്യം ചെയ്യും, അളിയും പറയല്ലേ. എനിക്കിതുപോലത്തെ മരണ വാർത്തയൊന്നും പറഞ്ഞ ശീലമില്ല, അതുകൊണ്ടാണ്. നമ്മൾ പിന്നെ സ്ഥിരം പറഞ്ഞുകൊണ്ടാണ് നടക്കണേ. ചേച്ചി പോളിയാ. എന്താണ് മാറിയെന്ന് സംസാരിക്കുന്നേ? ചേച്ചി വിഷമൊക്കെ മാറിയാ? വിഷമോ? ഇവിളിതൊക്കെ അറിഞ്ഞോ? ഇതല്ല, ഇത് അളിയും മറ്റേ ഗൾഫിൽ പോണെന്ന് പറഞ്ഞില്ലേ, ആ വിഷമം. ഇങ്ങനെ ബാ ഇങ്ങോട്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചേച്ചിയെ? ചേച്ചിക്ക് നല്ല വിഷമായെന്നും ഇപ്പോഴും നല്ല വിഷമമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പുറത്ത് കാണുന്ന ഗൾഫിലോട്ടല്ലേ പോകുന്നത്. ഇതേന്നും പറഞ്ഞു ഇതാന്ന് വരാൻ പറ്റും ഇല്ല അളിയാ? അത് തന്നെ, ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് പോകുന്നു, അവിടെ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി ഇങ്ങോട്ട് വരുന്നു, അത്രയും ദൂരമല്ലേ ഉള്ളൂ. എന്നാൽ ചില യാത്രകൾ അങ്ങനെ അല്ല, തിരിച്ചു വരാൻ പറ്റാത്ത യാത്രകളും ഉണ്ട്. അതേത് യാത്ര? അതങ്ങനെ ഒരു യാത്ര. ശിവ, ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരും, അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ആരുടെ കാര്യമാണ് പറയണത്? അളിയന്റെ കാര്യമാണോ? കേശു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എനിക്ക് വയ്യ. അതെ ശിവ, ഒരു പാവമായിരുന്നു. ആര്? മോനെ, മോൻ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ എന്തായി? എന്റെ അമ്മൂമ്മ ആ കാര്യം ഇപ്പൊ സംസാരിക്കണോ? പിന്നെ എപ്പോഴാ സംസാരിക്കണ്ടെന്ന്? നാളെ പോവല്ലേ, നാളെ സംസാരിച്ചാ മതിയോ? പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണ്ടേ? അമ്മൂമ്മ, നമ്മളെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും വരും, പക്ഷെ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യണം അല്ലേ? തരണം ചെയ്യണം. അതല്ലേ കൂടെ പറഞ്ഞല്ലോ, ചോദിക്കൂടെ? കൊറേ നേരം ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുന്നത്. എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ബോത്ത് നോക്കി വാ തുറന്ന് പറയണം, അല്ലാണ്ട് അവിടെ ഇവിടെയും കുളിച്ച് എന്താണ്ടൊക്കെ പറയുന്നേ. അങ്ങനെ അങ്ങ് പറ. എടീ ശിവു പോയി. ഓ പിന്നെ എനിക്ക് അറിയാത്ത പോലെ. എടേ അവനല്ലടി ഇന്ന് രാവിലെ വീട്ടിൽ വന്നിട്ട് പോകുന്ന കാര്യം പറഞ്ഞത്. അവൻ വീട്ടിൽ വന്ന് വിഷമിച്ച് നിന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ചെയ്തത്? അവനെ പുച്ഛിച്ച് കളിയാക്കി. അവൻ പോട്ട്, എങ്ങോട്ടേലും പോട്ട്. അവൻ ബസ്സിനാണോ ട്രെയിനാണോ പോണെന്ന് പോലും പറഞ്ഞില്ല. പിള്ളേരെ, കൊറേ നേരമല്ലേ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നൊന്ന് പറഞ്ഞേ. അമ്മൂമ്മ, ശിവു പോയി. അവൻ ഇനി തിരിച്ചു വരൂല, അവൻ പോയി. കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള മോനായിരുന്നു. അന്ന് പൈപ്പ് പൊട്ടിയപ്പോ ഓടി വന്ന് ശരിയാക്കി തന്നില്ലയോ? അമ്മൂമ്മേ തികച്ചു വിളിക്കത്തില്ലായിരുന്നു. കുരുത്തക്കേടൊക്കെ ഒരുപാടുണ്ടെങ്കിലും നല്ല സ്നേഹമുള്ള കൊച്ചായിരുന്നു. എന്തായാലും ഇങ്ങനെ പോയത് നന്നായി, അല്ലെങ്കിൽ കേശവൻ അടി കൊണ്ട് പോകേണ്ട വന്നു. யாரும் அப்படியெல்லாம் சொல்லாதம்மா. சிபு வந்து அன்னைக்கு என்ன கடத்திட்டு போனாலும் அவன் ரொம்ப பாவம்.
எனக்கு அவனை ரொம்ப பிடிக்கும். சிபு உனக்கு நல்லதாப்பா வரும். ഇനി എന്തിനു നല്ലത് വരാൻ? രാവിലെയും കൂടെ എനിക്ക് മിഠായി എന്നിട്ട് പോയതേ ഉള്ളൂ. സംഭവം നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അളിയോ നമുക്ക് ഇവന്റെ കൂടെ അങ്ങ് പോയാലോ? അതല്ല, ഇവന്റെ വീട്ടിൽ പോയി അടുത്ത കർമ്മങ്ങളിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട്. അത് ചെയ്യാം. അളിയാ ഇവിടെ ഇനി പണി പാടും. ഓടിക്കോ. ഏപ്രിൽ ഫൂൾ എങ്ങനെയുണ്ട്? എന്തിനാണ് തല്ലണേ? ചേച്ചി അല്ലല്ലേ പിന്നല്ലാതെ പറഞ്ഞു കൊടുക്കും അങ്ങനെ. എന്തിനാ എല്ലാരും കൂടെ എന്നിട്ട് തല്ലണേ? ഏപ്രിൽ ഫൂൾ അല്ലേ? ശിവ ചേച്ചി ഇങ്ങനെയാണോ തല്ലണേ? എവന്റെ നട്ടൽ ഞാൻ ചവിട്ടി വെള്ളമാക്കണ്ട. വേട്ടാവളിയാ, ഇനി നിന്നെ ഈ വീടിന്റെ പരിസരത്ത് കണ്ട ഇപ്പൊ കിടന്നോലെ നിന്നെ ഞാൻ കിടത്തും, കേട്ടോടാ? രണ്ടടി കിട്ടിയ എന്താ? നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് അത് മതിയടാ. പിന്നെ ശിവാനിയാരെ പോട്ടെ, കേശു നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയല്ലേ? എനിക്ക് അത് മതിയടാ, അത് മതി. ഐ ലവ് യു ടൂടാ, ഐ ലവ് യു ടു. പിന്നെ നിങ്ങളൊക്കെ ഞാൻ പറ്റിച്ചില്ലേ? ഇന്ന് ഏപ്രിൽ ഫൂൾ ആണ്. ഏപ്രിൽ ഫൂൾ. എങ്ങനെയുണ്ട്? പോട്ടെ. ഇവനൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ? എന്റെ കയ്യില് തരിപ്പ് തരം മാറിയിട്ടില്ല. സിദ്ധു വാ, പാക്ക് ചെയ്യാം, നാളെ പോണ്ടേ? അളിയാ, ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമേ ഇവരെ എല്ലാം ഏപ്രിൽ ഫുൾ ആക്കിയതാന്ന് ഞാനിനി എങ്ങനെ പറയൂടാ? ഏപ്രിൽ ഫൂൾ ആക്കിയതാന്ന് വല്ലതും പറഞ്ഞ ഇപ്പൊ ലവൻ കിടന്ന പോലെ അളിയും കിടക്കേണ്ടി വരും. ടിക്കറ്റ് എടുത്ത് നാളെ തന്നെ പോണയാണ് നല്ലത്. പറ്റുവാണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കണം.